ഒരു +2 വിദ്യാർത്ഥിനി സുഹൃത്തുക്കളുമായി ഒത്തുപോയി അവിടുന്ന് കുഴിമന്തി കഴിച്ചതാണ്. പിന്നീട് ഗുരുതരാവസ്ഥയിലായി ആശുപത്രിയിൽ ചികിത്സയിലാണ്. രാത്രി 3:30 ആയപ്പോഴത്തേക്ക് എനിക്ക് വയറിന് ഭയങ്കര ഛർദിലായി. ഫുൾ ടൈം ഛർദിൽ മാത്രമായിരുന്നു. പിന്നെ രാവിലെ ആയപ്പോഴത്തേക്ക് ഞായറാഴ്ച സുധീന്ദ്രയെ കൊണ്ടുപോയി. പിന്നെ അവർ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് അന്നും രാവിലെയൊക്കെ ഭയങ്കരമായിട്ട് ലൂസ് മോഷനൊക്കെ ആയിരുന്നു, വോമിറ്റിങ്ങൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് അവർ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തു. അപ്പോൾ പറഞ്ഞു ഫുഡ് ഇൻഫെക്ഷനാണ് ബ്ലഡിൽ. നമസ്കാരം. അൽഡ്രീം കുഴിമന്തി വിഷബാധ കുറച്ച് പേർക്ക് മാത്രമാണ് ഏറ്റത് എന്നാണ് എല്ലാവരും പറയുന്നത്. അതായത് അൽഡ്രീം ഹോട്ടലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത് 200-250 ആളുകൾക്ക് വെക്കുന്ന ഈ കുഴിമന്തിയാണ്, അത് കഴിച്ച കുറച്ച് പേർക്ക് മാത്രമല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇതൊന്നും ഈ കുഴിമന്തിയിലെ പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ വാദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ ഒരു വാർത്ത ചെയ്യുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് റെനെ മെഡിസിറ്റിയിലാണ്. ഇവിടെ ഒരു +2 വിദ്യാർത്ഥിനി സുഹൃത്തുക്കളുമായി ഒത്തുപോയി അവിടുന്ന് കുഴിമന്തി കഴിച്ചതാണ്. പിന്നീട് ഗുരുതരാവസ്ഥയിലായി ആശുപത്രിയിൽ ചികിത്സയിലാണ്. കാരണക്കുടം സെൻറ്റ് ജൂഡ് EMHSലെ +2 വിദ്യാർത്ഥിനി ഷൈമിയാണ്. ഷൈമി ഇപ്പം നമ്മോടൊപ്പം ചെയ്തതാണ്. ഷൈമി, എന്താണ് സംഭവിച്ചത്? ഞങ്ങൾ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയതായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഫ്രൈഡേ ആണ് ഞങ്ങൾ പോയത്. സാറ്റർഡേ പ്രശ്നമില്ലായിരുന്നു. സാറ്റർഡേ രാത്രി 3:30 ആയപ്പോഴത്തേക്ക് എനിക്ക് വയറിന് ഭയങ്കര ഛർദിലായി. ഫുൾ ടൈം ഛർദിൽ മാത്രമായിരുന്നു. പിന്നെ രാവിലെ ആയപ്പോഴത്തേക്ക് ഞായറാഴ്ച സുധീന്ദ്രയെ കൊണ്ടുപോയി. സുധീന്ദ്രയെ പോയി അവിടെ ഒരു ദിവസം ട്രിപ്പിട്ട് കിടന്ന്. അത് കഴിഞ്ഞ് എനിക്ക് കുറവുണ്ടായിരുന്നില്ല. പിന്നെ മൺഡേ രാത്രി പിന്നെയും ഇവിടെ വന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ബ്ലഡ് ഇൻഫെക്ഷനായി. പിന്നെ ഞാൻ ഈ ഛർദ്ദിച്ച് വൊമിറ്റ് ചെയ്ത് എനിക്ക് ലൂസ് മോഷൻ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ സംഭവിച്ചിട്ട് എൻ്റെ പൊട്ടാസ്യവും കാര്യങ്ങളെല്ലാം കുറഞ്ഞു. ഭയങ്കര വീക്കായിരുന്നു ബോഡി ഫുള്ള്. പിന്നെ എൻ്റെ കൂടെ കഴിക്കാൻ വന്ന ഒരുത്തനും കൂടെ ഉണ്ടായിരുന്നു. അതായത് ഞങ്ങളിൽ 6 പേരുണ്ടായിരുന്നതിൽ എനിക്കും വേറൊരുത്തനുമാണ് കുറച്ചുകൂടെ ആയത്. അപ്പോൾ അവൻ ഇപ്പോൾ ഇന്ദിരാഗാന്ധിയിലാണ് കിടക്കുന്നത്. അവനും വോമിറ്റിങ് മാത്രമായിട്ട് ഇപ്പോൾ അവിടെ കിടക്കുന്നു. ബാക്കിയുള്ളവർക്കൊക്കെ ഉണ്ട്, വോമിറ്റിങ് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇത്ര പ്രശ്നമായിട്ടില്ല, അവരാരും കാണിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. സ്ഥിരം കഴിക്കുന്ന ആണോ അവിടുന്ന്? ഇല്ല, ഞങ്ങളിലേക്ക് എന്തെങ്കിലും ആരുടെയും ബർത്ത്ഡേ വന്നാലോ ഇല്ലെങ്കിൽ പൈസ ഉണ്ടെങ്കിൽ പോയി കഴിക്കാം. അങ്ങനെ എപ്പോഴും കഴിക്കലൊന്നുമില്ല, വല്ലപ്പോഴും വല്ലതും കഴിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ എങ്ങനെയുണ്ട്? ഡോക്ടർ എന്താ പറഞ്ഞത്? ഡോക്ടർ പറഞ്ഞ പ്രശ്നമില്ല, ഇപ്പോൾ കുറവുണ്ട്. ബ്ലഡിൻ്റെ കൗണ്ട് എനിക്ക് കുറവായിരുന്നു. അപ്പോൾ അത് ഓക്കെ ആക്കാനും എല്ലാത്തിനും വേണ്ടിയിട്ടായിരുന്നു നിന്നിരുന്നത്. എല്ലാം ഓക്കെ ആയി എന്ന് പറഞ്ഞു. ഈ മയണൈസ് കൂടുതൽ കഴിക്കുമോ, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? യൂഷ്വലി ഞാൻ മയണൈസ് കഴിക്കാറില്ലായിരുന്നു. അന്ന് പക്ഷേ എന്തോ ഇതിന് മയണൈസ് കഴിച്ചു പോയി. അപ്പോൾ മയണൈസിൻ്റെ ഇതുണ്ടെന്ന് പറയുന്നു. ഇപ്പോൾ അറിയില്ല, അതായിരിക്കാമോ ഒരുപക്ഷെ? ആയിരിക്കാം. നിങ്ങൾ സ്ഥിരം പോകുന്ന ഷോപ്പ്? സ്ഥിരം അല്ല, വല്ലപ്പോഴും പോകും. ബാക്കിയുള്ള 4 പേരും വലിയ പ്രശ്നമില്ല? ഇല്ല, അവർക്കൊന്നും വലിയ പ്രശ്നമില്ല. എനിക്കും അവനും മാത്രം ബ്ലഡ് ഇൻഫെക്ഷൻ. പോലീസ് പരാതി നൽകിയോ, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ലില്ല. എന്നെ വിളിച്ചായിരുന്നു അവർ, മാനേജർ, അൽഡ്രീമിൻ്റെ മാനേജർ വിളിച്ചായിരുന്നു. അപ്പം പറഞ്ഞു അവരറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അവരറിഞ്ഞില്ലായിരുന്നു. അപ്പോൾ എന്തേലും ഹോസ്പിറ്റലിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, എന്ത് ഹെൽപ്പ് വേണേലും ചെയ്യാമെന്ന് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു. മിനി കൂടെ ഉണ്ട്. മോള് വീട്ടിൽ വന്നിട്ട് എന്താ പറഞ്ഞത്? മോള് വീട്ടിൽ വന്ന് ഫ്രൈഡേ കഴിച്ചിട്ട് വന്നു, കുഴപ്പമൊന്നുമില്ല. സാറ്റർഡേയും കുഴപ്പമൊന്നുമില്ലായിരുന്നു. സൺഡേ ഏർലി മോർണിംഗ് ഒരു 3 o'clock ഒക്കെ ആയപ്പോഴാണ് ലൂസ് മോഷൻ വോമിറ്റിങ്ങും ഒക്കെ ആയത്. അവിടുന്ന് ഞങ്ങൾ രാവിലെ സുധീന്ദ്രയെ കൊണ്ടുപോയി. അവിടെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. പക്ഷേ അവിടെ ഒന്നും ശരിയായില്ല. അവിടുന്ന് വീട്ടിൽ കൊണ്ടുവന്നു. പിന്നെ മൺഡേ ഏർലി മോർണിംഗ് 3 o'clock ആയപ്പോൾ അവിടെ നിന്നാണ് റെനയിലോട്ട് ഇവിടെ കൊണ്ടുവന്ന് എമർജൻസിയിലായിരുന്നു, കാഷ്വാലിറ്റിയിൽ. പിന്നെ അവർ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് അന്നും രാവിലെയൊക്കെ ഭയങ്കരമായിട്ട് ലൂസ് മോഷനൊക്കെ ആയിരുന്നു, വോമിറ്റിങ്ങൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് അവർ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തു. അപ്പോൾ പറഞ്ഞു ഫുഡ് ഇൻഫെക്ഷനാണ്, ബ്ലഡിൽ ബാക്ടീരിയ ഉണ്ട്, ഇൻഫെക്ഷനൊക്കെ ഉണ്ട്. അങ്ങനെ അന്ന് തന്നെ അഡ്മിറ്റാക്കി. പിന്നെ 2 ദിവസത്തേക്കൊക്കെ വലിയ പിറ്റേ ദിവസം ആയപ്പോഴേ വലിയ കുഴപ്പമില്ല, വോമിറ്റിങ്ങൊക്കെ നിന്നു. ലൂസ് മോഷൻ ചെറുതായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ ആൻറ്റിബയോട്ടിക് കോഴ്സ് 6 days ആയി ഇന്നത്തേക്ക്.
അപ്പോൾ ഇന്ന് ഡിസ്ചാർജ് ആകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര വീക്കായിരുന്നു ബോഡിയൊക്കെ, ഇച്ചിരി സീരിയസ് ആയി പോയി. ആ കുഴിമന്തി കഴിച്ചെന്ന് എപ്പോഴാണ് പറഞ്ഞത്? അല്ല, അവൾ അന്നേ പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോയത്. ഫുഡ് കഴിക്കുന്നു, പിള്ളേർ കൂടി കഴിക്കുന്നു പറഞ്ഞാൽ പോകുന്നത്. ഇടയ്ക്കൊക്കെ വല്ലപ്പോഴൊക്കെ പോകാറുള്ളതാണ് അവിടെ. അപ്പോൾ ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും വന്നില്ല. അപ്പം പിന്നെ അന്നും അതുപോലെ പോയിട്ട് വന്നു. പക്ഷേ അവൾക്ക് ഒരു ദിവസം കഴിഞ്ഞപ്പോഴാണ് തുടങ്ങിയത്. മറ്റുള്ള പിള്ളേർക്കൊക്കെ ഫ്രൈഡേയിലേ സ്റ്റാർട്ടായി. സാറ്റർഡേയും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ഇവൾക്ക്. പിന്നെ സൺഡേ ഏർലി മോർണിംഗ് ആണ് തുടങ്ങിയത്. ഇത് കഴിച്ചുകൊണ്ടാണെന്ന് മനസ്സിലായി. അതുകൊണ്ടാണെന്നുള്ളത് മനസ്സിലായി. ഇനി കഴിക്കുമോ? ജന്മത്തിൽ ഇനി അത് തൊടൂല, മതിയായി. എന്താ ഇത് കഴിക്കുന്നവരോട് എന്താ പറയാനുള്ളത്? കഴിക്കരുത്, നോക്കിയും കണ്ടൊക്കെ പോയി കഴിക്കണം, അത്രേ ഉള്ളൂ. ഈ ഓരോ ദിവസം കഴിയുന്തോറും ഇവിടെയുള്ള ഈ ഭക്ഷ്യവിഷബാധ ഏറ്റവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വാർത്ത പുറത്തു വരുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ നമ്മളെ ബന്ധപ്പെടുന്നത്. അങ്ങനെ ഒരുപാട് പേർക്ക് എന്തായാലും, അതായത് റിപ്പോർട്ട് ചെയ്യാത്ത കുറേയധികം ആളുകളുണ്ട്. അവർക്കെല്ലാം ഇവിടെ നിന്നും ഈ കുഴിമന്തി കഴിച്ചതിന് ശേഷം വിഷബാധ ഏറ്റു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കൊച്ചിയിൽ നിന്നും DK ദിലീപിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ മലയാളി.